തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത് 4-ാം തീയതി രാവിലെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 7-ാം തീയതിയാണ്. 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് 5, 6, 7 3 ദിവസം കഴിഞ്ഞിട്ടും 72 മണിക്കൂർ കഴിഞ്ഞിട്ടും, ഇപ്പോൾ 72 കഴിഞ്ഞിട്ടും പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം എയർപോർട്ടിലെത്തിയപ്പോൾ സി എം എ എന്ന് വിളിച്ച് പത്രപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിൻ്റെ പിറകെ പോയി. പക്ഷേ അദ്ദേഹം ഒരക്ഷരം പറഞ്ഞിട്ടില്ല. വിജയത്തിൽ അഭിപ്രായം പറയുന്നത് പോലെ തോൽക്കുമ്പോഴും നിന്ന് സധൈര്യം നേടി അഭിപ്രായം പറയണ്ടേ. രണ്ടാമത് ഗോവിന്ദൻ മാഷ് ഇന്നലെ എഴുതിക്കൊണ്ടുവന്നൊരു സാധനം വായിച്ചു. അതും 12 മണിക്കൂർ നേരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPMൻ്റെ സെക്രട്ടേറിയറ്റ് കൂടിയതിന് ശേഷമാണ്. MA ബേബി ഇങ്ങനെ വിശാലമായി സെക്രട്ടേറിയറ്റ് കൂടണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് സെക്രട്ടേറിയറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഇന്നലെ പിണറായി വിജയൻ ജയിച്ചിരുന്നെങ്കിൽ, മുഖ്യമന്ത്രി ആവുന്നൊരു കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയാക്കി മന്ത്രിസഭ ലിസ്റ്റുമായി ഇപ്പം അവിടെ മന്ത്രിസഭ അധികാരമേറ്റാനെ. പക്ഷേ 12 മണിക്കൂർ സെക്രട്ടേറിയറ്റ് കൂടി. അതിനുശേഷം നടന്ന യോഗത്തിൽ പത്രസമ്മേളനത്തിൽ എഴുതിക്കൊണ്ടുവന്നൊരു സാധനം വായിച്ചു. പത്രക്കാർ ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഗോവിന്ദൻ എണീറ്റ് പോകാൻ തുടങ്ങി. പിണറായി വിജയനും ഒന്നും പറയുന്നില്ല, ഗോവിന്ദനും ഒന്നും പറയുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയോ രാഷ്ട്രീയ നിരീക്ഷകനോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ നിരീക്ഷകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ജേർണലിസം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ആരെ തിരുത്തും എന്നാണ് ഇവർ പറയുന്നത്? സ്വയം തിരുത്തും എന്നാണ് പറയേണ്ടത്. ഞാൻ തിരുത്തുമെന്ന് ഗോവിന്ദൻ പറഞ്ഞാൽ, മാഷ് പറഞ്ഞാൽ ഓക്കെ ആയി. ഞാൻ തിരുത്തുമെന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ ശരിയായി. ഇതാരെയാണ് ഇട്ട് തിരുത്താൻ കുത്തുന്നതവരെ? സാധാരണക്കാരായ പാർട്ടി മെമ്പർമാരായ, ഒരിടത്തും പോയി ഒന്നും കിട്ടാതിരിക്കുന്ന വളരെ സാധാരണക്കാരായ പാർട്ടി മെമ്പർമാരെ വിളിച്ചിരുത്തിയിട്ട് ഈഴന്മാർ ആർക്കോട്ട് ചെയ്തു, നായന്മാർ ആർക്കോട്ട് ചെയ്തു, മുസ്ലിങ്ങൾ ആർക്കോട്ട് ചെയ്തു, ക്രിസ്ത്യാനികൾ ആർക്കോട്ട് ചെയ്തു, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ആർക്കോട്ട് ചെയ്തു, BJP CPM നോട്ട് ചെയ്തോ, CPM കോൺഗ്രസ് നോട്ട് ചെയ്തോ. ഇതല്ല പരിശോധിക്കേണ്ടതെന്നേ. നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇതേ അല്ല. അത് നിങ്ങളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുക്കുന്നതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഏജൻസി ഏൽപ്പിച്ചാൽ അവർ കണക്കെടുത്ത് തരും. അതേസമയം CPM പരിശോധിക്കേണ്ടത്, CPM തോറ്റുപോയത് ഒരു കാരണവശാലും ഒരു അണിയുടെയും പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, താഴെ തലത്തിൽ നിങ്ങൾ സംഘടനാ ബലമില്ലാത്തത് കൊണ്ടല്ല, സംഘടനാ സംവിധാനമില്ലാത്തത് കൊണ്ടല്ല. തോറ്റുപോയത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ മുകളിലുള്ള പിണറായി വിജയൻ അടക്കമുള്ള നിങ്ങൾ 10-20 മന്ത്രിമാരും അതിൻ്റെ പരിവാരങ്ങളും പിന്നെ സംസ്ഥാന സെക്രട്ടറി മുകളിലുള്ളവരുടെ ഒരു ടീമാണ് തിരുത്തേണ്ടത്. നിങ്ങൾ തിരുത്തുമോ? അങ്ങനെ തിരുത്തുമായിരുന്നെങ്കിൽ ഇന്നലെ ഗോവിന്ദൻ മാഷ് രാജിവെക്കുമായിരുന്നു. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് ഞാൻ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം തൽക്കാലം ഒഴിയുകയാണ്. അതുപോലെ മുഖ്യമന്ത്രി MLA സ്ഥാനം രാജിവെക്കുകയാണ്. അവിടെയാണ് ധാർമ്മിക ഉത്തരവാദിത്വം. അപ്പോഴാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകുന്നത്. നിങ്ങൾക്ക് കൃത്യമായി വീണ്ടും തിരിച്ചു വരാനുള്ള പാത ഒരുങ്ങുന്നതിൻ്റെ ആദ്യ പണികളെന്ന് പറയുന്നത് രാജിവെക്കലാണ്. പക്ഷേ ആ രാജിവെക്കാതെ ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ, ഞങ്ങളാണ് ആദ്യം അടിച്ചത്, പക്ഷേ ഏഷ്യാനെറ്റ് ഇപ്പോൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. MLA സ്ഥാനം രാജിവെക്കും എന്നുള്ളൊരു അടി വന്നിട്ടുണ്ട്. MLA സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം അസംബ്ലിയിലേക്ക് വരുന്നില്ല പിണറായി എന്നൊരു വാദം. പക്ഷെ വന്നാൽ എന്താ തമാശ? അഭിൻ വർക്കി, പിന്നെ മറ്റേ രക്ഷാപ്രവർത്തനം നടത്തി അടി കിട്ടിയ ഗൺമാൻ അടിച്ച PD തോമസ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സൂരജ്, 30 വയസ്സ് പോലും ഇല്ല, സൂരജ്, അഭിജിത്ത്, എല്ലാം കൊച്ചു പിള്ളേരാണ്. അപ്പോൾ കൊച്ചു പിള്ളേർ വന്ന് അവർക്ക് ചെറിയ സമയം കിട്ടുമ്പോൾ, കോൺഗ്രസ്സിലായതുകൊണ്ട് അവർക്ക് സമയം കിട്ടും, അവർ ഞോണ്ടാതെ അവരങ്ങോട്ട് പോടാ പാടാന്ന് വിളിക്കാതെ അസംബ്ലിയിൽ വരാതിരിക്കലാണ് പിണറായി വിജയന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നല്ല രസകരമായ കാര്യം. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന സൗകര്യങ്ങൾ, കാറ് കിട്ടും, കെട്ടിടം കണ്ടോൺമെൻറ്റ് ഹൗസ് കിട്ടും, മറ്റ് സ്റ്റാഫ് കിട്ടും, ചികിത്സാ ചെലവുകൾ കിട്ടും, വിദേശത്ത് പോകാം, ഒരുപാട് സൗകര്യങ്ങൾ. ഒരു മന്ത്രിയേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടും പ്രതിപക്ഷ നേതാവിന്. അതുകൊണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഗൺമാനെ കിട്ടും, പോലീസുകാരെ കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി വെറും ഒരു MLA ആയിട്ട് ഇരിക്കുമോ, അതോ MLA സ്ഥാനത്തും തുടരാതെ വെറും പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് ഇരിക്കുമോ? എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സംസ്ഥാന തലത്തിലാണ് തിരുത്തേണ്ടത്. ആ സംസ്ഥാന തലത്തിൽ തിരുത്തുമ്പോൾ, നേതാക്കൾ തിരുത്തുമ്പോൾ സ്വിച്ചിട്ടതുപോലെ ബാക്കിയുള്ള നേതാക്കളും തിരുത്തും. നിങ്ങൾ അഴിമതി കുറയ്ക്കുമ്പോൾ അവർ അഴിമതി കുറയ്ക്കും. നിങ്ങൾ സ്വജനപക്ഷപാതം കുറയ്ക്കുമ്പോൾ അവർ സ്വജനപക്ഷപാതം കുറയ്ക്കും. അങ്ങനെ താഴേക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? അല്ലാതെ താഴെയുള്ള പാവപ്പെട്ട പാർട്ടി മെമ്പർമാരെയും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെയും
പിന്നെ ഏരിയ കമ്മിറ്റി മെമ്പർമാരെയും വിളിച്ചിരുത്തി ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചിട്ട് ഇങ്ങനെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ ഒരുപാട് അങ്ങോട്ട് തള്ളി മറിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ തിരുത്താനും പോണില്ല. തിരുത്തൽ തുടങ്ങേണ്ടത് താഴെ നിന്നല്ല, മുകളിൽ തിരുത്തുമോ. മുകളിൽ തിരുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മുകളിലുള്ള പാർട്ടിയിലെ നേതാക്കളുടെ പ്രവർത്തന ശൈലി, നേതാക്കളുടെ ധാർഷ്ട്യം, നേതാക്കളുടെ സ്വത്ത്, അത് വളരെ പ്രധാനമാണ്. അത് അണികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കളുടെ സ്വത്ത്, അവിഹിതമായ ബന്ധങ്ങൾ, അവരുടെ സ്വഭാവം, ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടുള്ള ശൈലി ഉള്ളൊരു നേതൃത്വത്തെ നോക്കുമോ. അങ്ങനെ നേതൃത്വത്തിൽ ഓരോരുത്തരെ വിലയിരുത്തി ഒരു ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെയെങ്കിലും എടുക്കുമ്പോൾ 1500 പേരെ കാര്യം നോക്കിയാൽ മതി. 10,000 1 ലക്ഷം വരുന്ന പാർട്ടി മെമ്പർമാരുടെ കാര്യം നോക്കേ വേണ്ട. നിങ്ങൾ ഓരോ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് തലത്തിലുള്ള പാർട്ടി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകുമ്പോൾ ഒരു 1000 പേരുണ്ടാവും, 1200 പേരുണ്ടാവും. പിന്നെ നിങ്ങൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ഒരു 150 പേരുണ്ടാവും. പിന്നെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാർ ഒരു 14 പേര്. അങ്ങനെ എല്ലാം കൂടി 2000 പേർക്കകത്തുള്ള ഒരു 3000 വെച്ചോ 5000 വെച്ചോ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഒരു 5000 പേർക്ക് താഴെയുള്ള പാർട്ടിയിലെ സീനിയർ നേതാക്കളായിട്ടുള്ളവരുടെ ബയോഡേറ്റ നിങ്ങളെടുത്ത് അത് നിങ്ങൾ കൈകാര്യം ചെയ്യുമോ. അത് കൈകാര്യം ചെയ്താൽ ഇത് താഴേക്ക് എല്ലാം ക്ലിയർ ആയിക്കോളും. ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മോളിലല്ലേ ഗ്രൂപ്പ്. മോളിൽ അച്യുതാനന്ദനും പിന്നെ പിണറായിയും തമ്മിൽ ഗ്രൂപ്പ് കളിച്ചത് കൊണ്ട് അച്യുതാനന്ദൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പ് അങ്ങ് തീർന്നല്ലോ. മോളിലല്ലേ ഗ്രൂപ്പ്. ഇനി വേറൊരാൾ വന്ന് ഗ്രൂപ്പ് കളിക്കുമ്പോൾ താഴേക്കും ഗ്രൂപ്പ് വരും. അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു പോക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മനസ്സ് തുറക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം, ഗോവിന്ദൻ മാഷ് രാജിവെക്കണം. എന്നിട്ട് കൃത്യമായി നിങ്ങൾ നേതൃത്വ തലത്തിലുള്ള വലിയ മുകൾ തരത്തിലുള്ള നേതാക്കളെ വിളിച്ചുകൂട്ടി തലങ്ങും വിലങ്ങും വിശകലനം നടത്തി പുതിയ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആവുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ കുലംകുത്തി പ്രയോഗങ്ങളും നികൃഷ്ടജീവിയും പരിപാടികളും ആളുകളെ വെട്ടിക്കൊല്ലാനും ഒക്കെ നടക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ കഴിഞ്ഞു. അതിനി പ്രസക്തിയില്ല, അതാരും ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയമൊന്നും ഒരിടത്തും, കോളേജുകളിൽ, ക്യാമ്പസുകളിൽ, പിന്നെ ഓഫീസുകളിൽ, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരിടത്തും ഗുണ്ടായിസം ഒന്നും പോലുള്ള കാര്യങ്ങൾക്കും സംഘർഷമൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കാലം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി മനസ്സ് തുറക്കൂ.